ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ നെയ്ച്ചോറാണ്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടാണ് ഈ നെയ്ച്ചോറ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ ഇതൊരു അറേബ്യൻ റൈസിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു അറേബ്യൻ നെയ്ച്ചോറ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം കേട്ടോ. നെയ്ച്ചോറിൻ്റെ അറേബ്യൻ റൈസിൻ്റെയും കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ മലബാർ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചോറുണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെയ്യിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിലോ ബട്ടറോ ഒക്കെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഉള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും കേട്ടോ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ബദാമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിന് അളവൊന്നും പറയാത്തതിൻ്റെ കാരണം അതാണ്. അതൊക്കെ ഓരോരുത്തർ ചിലർക്ക് കൂടുതലായിട്ട് നട്ട്സൊക്കെ വേണ്ടി വരും, അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ചേർക്കുക. അപ്പോൾ നമ്മളിത് കോരി മാറ്റുന്നുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാനൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 5 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 10 കുരുമുളക് ഇട്ടോ, പൊടിക്കാത്ത കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, അതാണ് ഈ ചോറിൻ്റെ ഒരു ഫ്ലേവർ മൊത്തം മാറ്റുന്നത്. ഇത് മുഴുവനൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയിലാണ് ഈ ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ നിങ്ങൾ അരി എടുക്കുകയാണെങ്കിൽ ഒരു ഉള്ളി, 1.5 ഉള്ളി, 2 ഉള്ളി അങ്ങനെ എടുക്കുക കേട്ടോ. 1 കിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കീറിയതാണ്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ വെളുത്തുള്ളിൻ്റെ ഒരു ഫ്ലേവർ വേണം, എന്നാലും ഒരുപാട് വെളുത്തുള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ലും കുറച്ചും കൂടെ ആ വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ തക്കാളി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ റൈസിന് കളറും കിട്ടും, കുറച്ച് പുളിപ്പുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ശരിക്കും തക്കാളി നമ്മുടെ സാധാരണ തക്കാളി അരച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെള്ളം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരിക്ക് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം അളന്നെടുക്കാനായിട്ട്. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക നിങ്ങൾ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളപ്പിച്ച വെള്ളമൊന്നും വേണ്ട, സാധാ വെള്ളം എടുത്തിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഞാനിപ്പോൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാലയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാടൻ നെയ്ച്ചോറാകുമ്പോൾ നമ്മൾ ജീരകശാലയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതൊരു അറേബ്യൻ നെയ്ച്ചോറായതുകൊണ്ട് തന്നെ ഞാൻ ബസ്മതി അരിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 20 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അത് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് എന്തായാലും നിങ്ങൾ വെള്ളത്തിൽ കഴുകിയിട്ടൊന്ന് ഇട്ട് വെക്കുക അരി. എന്നാലും അരി നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് അതിനൊന്നും അളവില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ച് വെക്കാം, തിളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാം.
നന്നായിട്ട് തിളച്ചിട്ട് ആണ് നമ്മൾ അടിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അരിട്ട സമയത്ത് തന്നെ ചെറിയ തീയിലിട്ട് കൊടുക്കരുത്. അപ്പോൾ നല്ല തീയിലിട്ട് തന്നെ വെക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് ചോറ് വേവിച്ചെടുക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ വെള്ളം കണക്കല്ലാണ്ട് വരും കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റും, ചോറ് വേവൂല. അപ്പോൾ അരിയും വെള്ളവും ഒരുപോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു 2 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഏകദേശമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി, ഒരുപാട് അങ്ങോട്ട് ഇളക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ അടിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോട് കൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ചിക്കനോ ബീഫോ മട്ടനോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അങ്ങനെ കഴിക്കാം, എന്തെങ്കിലും വെജിറ്റേറിയൻ ഡിഷിൻ്റെ കൂടെ കഴിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരുപാട് റൈസ്, അറേബ്യൻ റൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അറേബ്യൻ റൈസിൻ്റെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.